നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 105. നിൻ്റെ കയ്യിൽ അവൻ്റെ നമ്പറില്ലേ? ആ, ഉണ്ടല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. നീയാണ് വിളിക്കുന്നതെന്ന് എനിക്കിവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. നീ വിളിക്ക്. ഇതും പറഞ്ഞ് കൂട്ടുകാരി കോൾ കട്ട് ചെയ്തു. ആമി ഉടൻ തന്നെ ജയ്യെ വിളിച്ചു. ഹലോ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോൾ ഒട്ടും നോക്കാതെ തന്നെ ജയ് എടുത്തു. ഹലോ. ഹലോ, ഞാൻ ചേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്തു. ഇതും പറഞ്ഞപ്പോഴേക്കും ജയ് കോൾ കട്ട് ചെയ്തു. ആരാ ബ്രോ ഫോണിൽ? അതൊരു റോങ് നമ്പറാ. കോൾ കട്ടായ ഉടൻ തന്നെ കൂട്ടുകാരി ആമിയെ വിളിച്ചു. ഇപ്പോൾ വിളിച്ചില്ലേ നീ? അവൻ കട്ട് ചെയ്തു അല്ലേ? ആ അതെ. അപ്പം അവൻ തന്നെ ഉറപ്പായില്ലേ? അല്ലടി, കുട്ടി, കൂടെയുള്ള പെൺകുട്ടി അത് കാമുകിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ്റെ കൈ പിടിച്ച അവൾ നടക്കുന്നത് ഇരിക്കുന്നതും ഒക്കെ. അതിലൊരു സംശയമില്ല, അത് കാമുകി തന്നെ. അല്ല, ഈ കക്ഷി നിൻ്റെ ആരാ? നീ എന്തിനാ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്? കൂട്ടുകാരി ആമയോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാ. ഹസ്ബൻഡോ? കൂടെയുള്ളത് അപ്പോൾ ഫ്രണ്ടാണോ? അവളൊന്നുമല്ല. എന്നാൽ പിന്നെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാൻ ഫ്രണ്ടിനോട് പറഞ്ഞേക്കും. അവന് എന്തായാലും കാമുകയുണ്ട്. എന്നാൽ ശരിയടി, വെക്കട്ടെ. ഓക്കെ ഡി. ആമി ഒരല്പനേരം അങ്ങനെ മിണ്ടാതെ നിന്നു. ഇത് വല്യേട്ടനോട് പറയണോ? പറഞ്ഞാൽ എന്തായിരിക്കും വല്യേട്ടൻ്റെ റിയാക്ഷൻ? ജയ്ക്ക് മറ്റൊരു കാമുകിയുണ്ടെന്ന സത്യം വല്യേട്ടനെ അറിയിക്കുമ്പോൾ എന്തായിരിക്കും ഒരവസ്ഥ? ആദ്യം അത് മീനുവിനോട് പറയണോ? ആമിയുടെ ചിന്തകൾ പല രീതിയിലായി. മീനുവിനോട് പറയുന്നതിനേക്കാളും നല്ലത് അത് വല്യേട്ടനോട് പറയുന്നതാണെന്ന് ആമിക്ക് തോന്നി. ആമി പെട്ടെന്ന് തന്നെ വല്യേട്ടനെ വിളിച്ചു. ഹലോ ഏട്ടാ. എന്താ മോളെ? അത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി. പറയടി, എന്താ കാര്യം? ഞാൻ ഏട്ടന് കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഏട്ടൻ അതൊന്ന് നോക്കുമോ? ഫോട്ടോസോ? ആരുടെ ഫോട്ടോസ്? അത് പിന്നെ എന്താടി കാര്യം പറ. അത് ജയ്യും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഫോട്ടോസാണ്. പെൺകുട്ടിയോ? ജയ് ഇപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. അവനൊരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നത്. കണ്ടിട്ട് അവൻ്റെ കാമുകിയാണെന്ന് തോന്നുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ ഏട്ടന് അയച്ചിട്ടുണ്ട്. ഏട്ടനൊന്ന് നോക്കാവോ? അതായിരിക്കില്ല. എന്തായാലും ഏട്ടൻ ഫോട്ടോസ് നോക്ക്. ഇതും പറഞ്ഞ് ആമി കോൾ കട്ട് ചെയ്തു. കേട്ട വാർത്ത സത്യമാവല്ലേ എന്ന പ്രാർത്ഥനയിലാണ് വല്യേട്ടൻ ഫോണെടുത്ത് ആമി അയച്ച ഫോട്ടോസുകൾ നോക്കിയത്. ജയ്യുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന് വ്യക്തമാവാത്ത രീതിയിലുള്ള ഫോട്ടോസ് ആയിരുന്നു. എങ്കിലും സാരിയുടുത്ത ഒരു കുട്ടിയാണെന്ന് മാത്രം മനസ്സിലായി. ആ ഫോട്ടോസുകൾ വല്യേട്ടന് വല്ലാതെ സങ്കടം നൽകി. ആമി ജയ്യെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യങ്ങളാണോ? അവൻ തൻ്റെ പെങ്ങളെ ചതിക്കുകയാണോ? വല്യേട്ടൻ വല്ലാതെ ധർമ്മസങ്കടത്തിലായി. ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ ജയ്ക്ക് അവകാശമില്ലെന്ന് വല്യേട്ടൻ തീരുമാനിച്ചു. ഫോട്ടോ കണ്ട് തകർന്നു നിൽക്കുന്ന വല്യേട്ടനെ ആമി വീണ്ടും വിളിച്ചു. ഏട്ടാ, അവനിപ്പോൾ എവിടെയാ ഉള്ളത്? വല്യേട്ടൻ അതുമാത്രം ചോദിച്ചു. ഞാൻ ഫ്രണ്ടിനോട് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏട്ടന് തരാം. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അവനൊരു ഫ്രോഡാണ്.
അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേരെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ പെങ്ങളെ ചതിച്ച് അവനിനി ജീവനോടെ ഉണ്ടാവില്ല. എന്നാലും അവനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഏട്ടാ, ഏട്ടൻ വിഷമിക്കല്ലേ. നമുക്ക് മീനുവിൻ്റെ നല്ല ജീവിതമാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കരുതൽ അവളുടെ കാര്യത്തിൽ കാണിക്കുന്നത്. നീ എന്തായാലും ആ ഫ്രണ്ടിനോട് ലൊക്കേഷൻ അയക്കാൻ പറ. അവൻ ഇന്നത്തോടെ ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കും. എൻ്റെ പെങ്ങളെ ചതച്ച് അവൻ ജീവിക്കേണ്ട. ഏട്ടാ, കൊല്ലണോ? പിന്നെന്താ ചെയ്യണ്ടേ? അല്ല ഏട്ടാ, അത് നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. അവളോട് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞാൽ മതി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതും പറഞ്ഞ് വല്യേട്ടൻ കോൾ കട്ട് ചെയ്തു. ഈശ്വര, ഇത്രയ്ക്ക് വേണമായിരുന്നോ? അല്ലെങ്കിലും വേണം. അവളുടെ ആദ്യ ഭർത്താവ് തന്നെ മരിക്കേണ്ടവനായിരുന്നു. അവൻ ഇപ്പോഴും നളിഞ്ഞ് ജീവിക്കുന്നത് ഈ വല്യേട്ടൻ ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഇവൻ എന്തായാലും മരിക്കണം. അല്ലെങ്കിലും ഭാര്യമാരെ വഞ്ചിച്ച് ജീവിക്കുന്ന എല്ലാ അമ്മമാരും മരിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഇവൻ്റെ മരണം. ഭാര്യ വഞ്ചിച്ച് വേറൊരുത്തിയുടെ കൂടെ കറങ്ങാൻ ഇങ്ങനെയൊക്കെ തോന്നുന്നവർക്ക്. ആമി മനസ്സിൽ കണക്ക് കൂട്ടി. ആമി പറഞ്ഞ ലൊക്കേഷനിലേക്ക് വല്യേട്ടൻ ആളെ വിട്ടു. അവിടെ നിന്ന് അവർ വല്യേട്ടനെ വിളിച്ചു. ഹലോ, ഞാൻ പറഞ്ഞ പയ്യനെ കണ്ടോ? ഏട്ടൻ ഫോട്ടോ അയച്ച പയ്യനെ കണ്ടു. ആർക്കും ഒരു സംശയം തോന്നരുത്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടാ. എത്രയും പെട്ടെന്ന് അവൻ്റെ മരണം ഉറപ്പിച്ച് എന്നെ വിളിക്കണം. ശരി ഏട്ടാ, മനസ്സിലായി. വേണ്ടതുപോലെ നോക്കി ചെയ്തോളാം. ഒരു നിമിഷം കൊണ്ട് വല്യേട്ടൻ അങ്ങനെയൊരു കടുപ്പമുള്ള തീരുമാനം എടുത്തുവെങ്കിലും വല്യേട്ടൻ്റെ മനസ്സ് വല്ലാണ്ട് നീറുകയായിരുന്നു. ജയ്യെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ തൻ്റെ പെങ്ങളെ ചതിക്കുകയാണെന്നുള്ള സത്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ വല്യേട്ടന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തൻ്റെ പെങ്ങളെ ചതിച്ചവൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല എന്നത് വല്യേട്ടൻ്റെ തീരുമാനമായിരുന്നു. അത് നടപ്പിലാക്കാൻ വല്യേട്ടൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയം ജയ്യും അമ്മുവും ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. അമ്മു ജയ്യോട് സംസാരിച്ചു തുടങ്ങി. ഞാൻ ഒരുപാട് വർഷമായി ഈ സിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഈ സിറ്റിക്ക് ഇത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അതെന്താ അങ്ങനെ? അറിയില്ല. ചിലപ്പോൾ സ്നേഹമുള്ള ആളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അമ്മുവിന് എന്നെ അത്രയ്ക്കിഷ്ടമാണ്? ജയ് അമ്മുവിനോടായി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. എനിക്ക് എന്തെന്നറിയാത്തൊരിഷ്ടം അതുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. വെറും ഒരു ദിവസത്തെ പരിചയം കൊണ്ട് എന്തുകൊണ്ടാണ് അമ്മു എന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കുന്നത്, ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത്? നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഇയാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാതെ ഈ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരവില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുമ്പോൾ അയാളെ എത്ര മുമ്പ് പരിചയമുണ്ടെന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അയാൾ നൽകുമ്പോൾ
അതിനപ്പുറത്തേക്ക് അയാളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ആർക്കും ചിന്തിക്കാൻ തോന്നില്ല. അമ്മ ആഗ്രഹിക്കുന്ന എന്താ ഞാൻ നൽകിയത്? ജയ് അമ്മുവിനോട് ചോദിച്ചു. സമയം. ചിരിച്ചുകൊണ്ട് അമ്മു മറുപടി പറഞ്ഞു. സമയം? എനിക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം. എനിക്ക് അവർ ബാക്കിയെല്ലാം തരുന്നുണ്ട്, സമയം മാത്രം അവർക്ക് രണ്ടുപേർക്കും നോ. അവർക്ക് ഒരാൾക്ക് എനിക്ക് തരാൻ പറ്റാത്തത്. പിന്നെ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ സമയത്തിന് ഞാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ്റെ സമയമാണ്. അതെനിക്ക് തരാൻ അച്ഛന് പലപ്പോഴും പറ്റുന്നില്ല. അതാ അച്ഛൻ എപ്പോഴും തിരക്കിലായിപ്പോവും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. അതാ അമ്മു പറഞ്ഞു നിർത്തി. മകൾക്ക് വേണ്ടി ഒരല്പം സമയം പോലും അച്ഛന് മാറ്റിവെക്കാനില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് കുറഞ്ഞതാണ്. അച്ഛന് രണ്ടാം വിവാഹത്തിൽ കുട്ടികളുണ്ടായപ്പോൾ, അച്ഛൻ്റെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ എൻ്റെ സമയം കുറഞ്ഞുകൊണ്ടേ വന്നു. നാട്ടിൽ വരുമ്പോൾ അച്ഛനെ ചെന്ന് കാണും, അപ്പോൾ കുറച്ച് സമയം കിട്ടും. അതല്ലാതെ വേറെ സമയമൊന്നും അച്ഛനില്ല. ജയ് മറുപടിയൊന്നും പറയാതെ മിണ്ടാതെ അമ്മ പറയുന്നത് കേട്ട് നിന്നു. ബ്രോയ്ക്കറിയാവോ, ഈ പാരൻസ് ഡിവോഴ്സായിട്ട് അവർ രണ്ട് വഴിക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രമായിട്ട് അവർ ജീവിക്കുമ്പോൾ ഇടയിൽ പെടുന്ന മക്കളുണ്ടല്ലോ, അതായത് പണം കൊടുത്താൽ മാത്രം മതി, മക്കളുടെ കാര്യം നടന്നോളും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല ബ്രോ. ഇത് പറയുമ്പോഴേക്കും അമ്മുവിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് ജയ് ശ്രദ്ധിച്ചു. അവൾ അത്ര നോർമൽ അല്ലാത്ത രീതിയിലായി സംസാരിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ഉള്ളിലടക്കി പിടിച്ച സങ്കടങ്ങളുടെ ഭാരമാണ് അവൾ ഇറക്കാൻ ശ്രമിക്കുന്നതെന്ന് ജയ്ക്ക് തോന്നി. ഹോസ്റ്റലിലെ ഫ്രണ്ട്സിൻ്റെ പാരൻസ് അവരെ കാണാൻ വരും. ആഴ്ചയിലൊരു തവണ വരുന്നവരുണ്ട്, മാസത്തിൽ വരുന്നവരുണ്ട്. എൻ്റെ പാരൻസ് ആരാണെന്ന് പോലും ഞാനെവിടെയും പറഞ്ഞിട്ടില്ല ബ്രോ. അറിയാവോ എന്തുകൊണ്ടാണെന്നറിയാവോ? ഒന്നാമത് എന്നെ കാണാൻ അവർ വരാറില്ല ബ്രോ. രണ്ടാമത് എൻ്റെ പാരൻസ് ആരാണെന്ന് ഞാൻ ഈ ലോകത്തോട് പറയുമ്പോൾ അവർ ഈ ലോകത്ത് കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ ഉണ്ടല്ലോ ബ്രോ, ഞാൻ പറയേണ്ടി വരില്ലേ
എൻ്റെ പാരൻസ് ഡിവോഴ്സാണെന്ന്. അതുമാത്രമല്ലല്ലോ ബ്രോ, അവർ എൻ്റെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് അതിൽ ഭാര്യയും കുട്ടിയുണ്ടെന്ന് കൂടി ഞാൻ പറയേണ്ടി വരില്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഞാൻ നാണം കെടില്ലേ ബ്രോ? ഇതിപ്പോൾ പാരൻസ് റിച്ച് ആയതുകൊണ്ട് അവർക്ക് എന്നെ കാണാൻ വരാൻ സമയമില്ല എന്നൊരു പഴിയേ ഉള്ളൂ. വേറൊന്നും കേൾക്കേണ്ടി വരുന്നില്ല. അതുമാത്രം സഹിച്ചാൽ മതി. ഞാൻ അവരാരാണെന്ന് ഈ ലോകത്തോട് പറയുമ്പോൾ ഞാൻ ഇതുകൂടി പറയേണ്ടി വരും ബ്രോ. അമ്മ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ജയുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടം കൊണ്ട് ചുവന്നിരിക്കുന്ന അമ്മുവിൻ്റെ മുഖത്തോട് കൈകൾ ചേർത്ത് പിടിച്ച് ജയ് പറഞ്ഞു, മോളെ, ഐ എം സോറി. മറ്റൊന്നും ജയ്ക്ക് ആ സമയം പറയാൻ സാധിച്ചില്ല. മോളെ, ഞാൻ വെറുതെ സങ്കടത്തിലാക്കിയല്ലേ നമ്മുടെ ഈ സന്തോഷ നിമിഷം. ഐ എം സോറി മോളെ. ഹേയ്, ഇല്ല ബ്രോ, നിന്നെ കാണുന്നത് തന്നെ എനിക്ക് സന്തോഷമാണ്. എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരാളെ കിട്ടുന്നതിൻ്റെ സന്തോഷം നിന്നെ കാണുമ്പോൾ എനിക്കുണ്ട് ബ്രോ. കാരണം നീ എന്നെ മനസ്സിലാക്കുന്നുണ്ട് ബ്രോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏത് ഭാരവും, എൻ്റെ എത്ര വലിയ സങ്കടവും നിൻ്റെ മുന്നിൽ പറയുന്നത് എനിക്ക് ആശ്വാസമാണ്. അമ്മു ജിയുടെ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണുനീർ താളം കെട്ടി നിൽക്കുന്ന അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ ചിരിക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് ജയ്ക്ക് തോന്നി. മോളെ, നമുക്ക് ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? മോളെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. എനിക്ക് മോളോട് എന്താ പറയണ്ടേ അറിയില്ല. അതുകൊണ്ട് മോൾക്ക് ഞാനുണ്ടാവും എപ്പോഴും. എന്തിനും ഏതിനും കൂടെ. പോരെ? ജയ് അവളുടെ കൈകൾ ചേർത്ത് തൻ്റെ കവളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്കറിയാം ബ്രോ. അതുകൊണ്ടല്ലേ നീ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത്. നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. അവൾ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ ജിയോട് പറഞ്ഞു. അയ്യേ, കരച്ചിൽ മതിയാക്ക്. ആൾക്കറിയണ്ട, ശ്രദ്ധിക്കും. വെറുതെ ഒരു പബ്ലിക്കിൽ നിന്ന് ഒരു സീൻ ഉണ്ടാക്കണ്ട. അവളുടെ കണ്ണുനീർ തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചുകൊണ്ട് ജയ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർത്ത് അവൻ പറഞ്ഞു, നിൻ്റെ അച്ഛന് പകരമാവാൻ എനിക്ക് കഴിയില്ലായിരിക്കും, പക്ഷെ എൻ്റെ മകളാവാൻ നിന്നെക്കൊണ്ട് സാധിക്കും. എനിക്ക് ജനിച്ചതല്ലെങ്കിലും എൻ്റെ ചോരയല്ലെങ്കിലും ഈ നിമിഷം മുതൽ നീ എനിക്ക് എൻ്റെ സ്വന്തം മകളാണ്. ഒരച്ഛനിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് നൽകാൻ എന്നെക്കൊണ്ട് സാധിക്കും. ഇത് പറഞ്ഞപ്പോഴേക്കും അമ്മു ജയ്യെ മുറുകെ പിടിച്ചു. അവളൊന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് ആ നിമിഷം ഒന്ന് തോന്നി. ജയ്യെ കൊല്ലാനായി പ്ലാൻ ചെയ്ത് കാത്തിരിക്കുന്ന ഗുണ്ടകൾ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി എന്താവും സംഭവിക്കുക? ജയ്യുടെ കൂടെയുള്ളത് അമ്മുവാണെന്ന് തിരിച്ചറിയാതെ വല്യേട്ടൻ നൽകിയ ഈ തീരുമാനം അവർ നടപ്പിലാക്കുമ്പോൾ ജയ്ക്ക് എന്ത് സംഭവിക്കും? കാത്തിരിക്കാം.
അടുത്ത ഭാഗം ഉടൻ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കാൻ ശ്രമിക്കുക.